قلبي. ഫാത്തിമ ബീവി തൻ്റെ ബാല്യകാലങ്ങളിൽ മാതാപിതാക്കളുടെ സ്നേഹവും പരിചരണത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ അവൾ വളരെ ധൈര്യശാലിയായിരുന്നു. ഒരു ദിവസം അവൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദുൽ ഹറമിലേക്ക് പോയി. അവിടെ വെച്ച് പ്രവാചകൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഖുറൈശികളിൽ നിന്നൊരു ആക്രമണം ഉണ്ടായി. ഖുറൈശികളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഒത്തുകൂടുകയും നബിയുടെ മേൽ മാലിന്യമെറിയുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് കണ്ട ഫാത്തിമ അവിടെ ധൈര്യത്തോടെ നിന്നു. മാത്രവുമല്ല, അബൂജഹൽ പോലെയുള്ള ദുഷ്ടന്മാരുടെ ആക്രമണങ്ങളിൽ നിന്ന് തൻ്റെ പിതാവിനെ ഒരു കവചം പോലെ സംരക്ഷിക്കുകയും ചെയ്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു കരുണയും ദയയും നിറഞ്ഞ സ്വഭാവത്തിൻ്റെ പേരുകേട്ടവളായിരുന്നു. അവൾ ദരിദ്രരെയും അവശരെയും സഹായിക്കുവാൻ എപ്പോഴും സന്നദ്ധയായിരുന്നു. സ്വയം പട്ടിണി കിടക്കുകയാണെങ്കിൽ പോലും അവൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. 18-ാം വയസ്സിൽ ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു. ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കടുത്ത ദാരിദ്ര്യത്തിലാണ് ദമ്പതികൾ ചെലവഴിച്ചതെങ്കിലും അവരുടെ ദാമ്പത്യം വളരെ സന്തോഷകരമായിരുന്നു. ഫാത്തിമ ബീവിക്കും അലി റളിയല്ലാഹു അൻഹുവിനും 2 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, കൂടാതെ സൈനബ റളിയല്ലാഹു അൻഹു, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹു എന്നീ പേരുകളിലുള്ള 2 പെൺമക്കളും. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിത ഗുരുതരമായ അവസാന നാളുകൾ പ്രവാചക ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അവളെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. എന്നിട്ട് അവളുടെ കൈപിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. ആത്മവിശ്വാസത്തോടെ എന്തോ പറഞ്ഞു. ആയിഷ വിവരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മാരകമായ രോഗാവസ്ഥയിൽ തൻ്റെ മകൾ ഫാത്തിമയെ വിളിച്ച് ഒരു രഹസ്യം പറഞ്ഞു. അത് കേട്ട് അവൾ കരയാൻ തുടങ്ങി. എന്നിട്ട് അവരെ വിളിച്ച് അവരപ്പോൾ ചിരിക്കുവാൻ തുടങ്ങി. ഞാൻ അവരോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു തൻ്റെ മാരകമായ അസുഖത്തിൽ മരിക്കുമെന്ന്. അതിനാൽ ഞാൻ കരഞ്ഞു. എന്നാൽ പിന്നീട് പ്രവാചകൻ രഹസ്യമായി എന്നോട് പറഞ്ഞു, നബിയുടെ കുടുംബത്തിൽ നിന്ന് ഞാനായിരിക്കും ആദ്യമായി മരിക്കുകയെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. തൻ്റെ മരണവാർത്ത പോലും ഒരു പുഞ്ചിരിയിലൂടെയാണ് ഫാത്തിമ ബീവി നേരിട്ടത്. ഫാത്തിമ ബീവിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കുവാനും പിൻപറ്റുവാനുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾക്കെല്ലാവർക്കും മഹദിയെ പിൻപറ്റി ജീവിക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.